നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മി പ്രകാശിനുള്ള ചായയായിട്ട് വന്നു. ഇത് പ്രകാശയുടെ ചായ എന്ന് പറയണം. അപ്പോഴേക്കും പ്രകാശന്റെ മനസ്സിലേക്ക് പഴയ കുറെ കാര്യങ്ങൾ വരുവാണ്. ദീപമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പ്രകാശന്റെ മനസ്സിൽ കൂടെ മിന്നിമായാണ്. ഒരു ദിവസം ഇതുപോലെ ദീപ ചായയുമായിട്ട് പ്രകാശന് വന്നു. ആ സമയത്ത് പ്രകാശൻ ഇത്തിരി കുടിച്ചിട്ട് പറഞ്ഞു, ഇതിന് മധുരമില്ല, ചൂടുമില്ല, കടുപ്പമില്ല, ഇതാനോടി ചായ എന്ന് പറഞ്ഞ് ദീപയുടെ മുഖത്തേക്ക് ഒറ്റ ഒഴിക്കലായിരുന്നു. ദീപ വല്ലാതെ നിൽക്കുകയാണ്. അവള് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ആ സമയം ദീപ പറഞ്ഞു, പിന്നെ പ്രകാശേട്ടാ, ഞാൻ നോക്കിയായിരുന്നു. നീ എന്ത് നോക്കിയെന്ന്? കടുപ്പം മധുരമൊക്കെ നോക്കിയിട്ടാണ്ട് നീ കൊണ്ടുവന്നിരിക്കുന്നേ. നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞേ? നിന്റെ മകൾക്ക് നല്ല ബുദ്ധിയാണ് പോലും, ആ മിണ്ടാൻ വയ്യാത്തവൾക്ക്. പക്ഷെങ്കില് എന്റെ മകന് ബുദ്ധിയില്ല പോലും, അല്ലേ? ശരിയല്ലേ നീ പറഞ്ഞത്? എന്റെ മകൻ ഈ നെഞ്ചില, അറിയാലോ. അവനെ ഞാൻ രാജാവിനെ പോലെ വളർത്തും. അവൻ ആരാ എന്താ ഏതാന്ന് നിനക്കറിയത്തില്ല. നിന്റെ ആ മിണ്ടാൻ വയ്യാത്ത പെണ്ണിനെ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി വല്ല മൂലയ്ക്ക് വരുന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കും. അപ്പോഴേക്കും ദീപ അവിടെ നിന്ന് കരയുക. പ്രകാശൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോയി. അത് പ്രകാശന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമാഞ്ഞു. എന്താ പ്രകാശേട്ടാ? പ്രകാശേട്ടൻ എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് ലക്ഷ്മി വെച്ചു. അത് പിന്നെ ഞാൻ ദീപയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്താ. മുമ്പ് ദീപ എനിക്ക് ചായയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ കാര്യം, അന്ന് ഞാൻ അവളുടെ ചായ മുഖത്തൊഴിച്ചു. ഇപ്പോഴെന്റെ മനസ്സിൽ കൂടെ അതൊക്കെ മിന്നിമായുക. പാപം, കുറെ ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പം അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴാ അവളുടെ വിഷമം എന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നേ. അവൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അവളോടൊന്ന് ഞാൻ പറഞ്ഞു, നീ പോയി വല്ല ചാകുകയും ചെയ്യാനൊക്കെ. പക്ഷേങ്കില് അവളുടെ മനസ്സിന്റെ വേദന. പക്ഷേങ്കിൽ ഇപ്പൊ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി. ഞാൻ അവളെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നീടാ ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഈ അടുത്ത കാലത്താ. ആ സ്നേഹം കൊടുത്ത് കൊതി തീരും മുമ്പേ അവള് പോയില്ലേ. ഇനി അവൾക്ക് വല്ല അസുഖം വന്ന് പോയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിങ്ങനെയെങ്കിലും ആണോ? അല്ല, ഇന്ത്യ കല്യാണി മോൾ എന്തിയെ? മോള് മുറിയിലുണ്ട്. മോളെ എന്നോട് പറഞ്ഞേ, അച്ഛനെ പോയി നോക്ക്, അച്ഛൻ വിഷമിച്ചിരിക്കുക, പോയി ആശ്വസിപ്പിക്കാൻ. കണ്ടില്ലേ, അതാ എന്റെ മോള്. ഞാൻ അത്രയേറെ ദ്രോഹിച്ചിട്ടും ഇപ്പൊ അവൾക്ക് എന്നോടുള്ള സ്നേഹമാ. അവൾക്ക് അവളുടെ കാര്യത്തെക്കുറിച്ചല്ല ചിന്ത, എന്നെക്കുറിച്ചുള്ള ചിന്തകളാ. ഇത്ര വലിയ പാവിയായിട്ട് പോലും എന്നെ അങ്ങോട്ടേക്ക് ദൈവം വിളിച്ചില്ല. പാവം ദൈവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, ഇതിനു മുമ്പ് ഇതിനേക്കാളും ആരോഗ്യമുള്ള എന്നെയാണ് ഒരുത്തം വന്ന് കുത്തിയത്. എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ ദീപയ്ക്ക്, അത് പിന്നെ ദീപയെ കുത്തിയത് ഗംഗാപ്രസാദ് അല്ലേ. അവനറിയാം ഒരാളെ കൊല്ലാനായിട്ട് എങ്ങനെ കുത്തണമെന്ന്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ. അല്ല, കിരൺ മോനും എന്തിയെ? കിരണക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കുമായിരുന്നു പോലും. എങ്ങനെ ഉറങ്ങും? എങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റും? അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചേ. ഞാനും കൂടി എല്ലാത്തിനും കാരണമായല്ലോ എന്ന് ഓർത്തിട്ട് ശരിക്കും അന്ന് അവനെ തീർക്കേണ്ടതായിരുന്നു. അന്ന് തീർക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ദുർവിധി ഉണ്ടാവില്ലായിരുന്നു. ലക്ഷ്മി പറഞ്ഞു, പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും പ്രകാശേട്ടാ. പ്രകാശേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന മക്കൾക്കൊക്കെ സങ്കടമാവും. പ്രകാശേട്ടൻ വേണ്ട അവർക്ക് ധൈര്യം കൊടുക്കാൻ. എങ്ങനെ ഞാൻ ധൈര്യം കൊടുക്കുമെന്ന് പറ. ശരിക്കും ഞാൻ ഓർത്ത് കഴിയുമ്പോൾ ഓരോന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവളെ സ്നേഹിച്ചൊന്നും കൊതി തീർന്നിട്ടില്ലായിരുന്നു. പാവം, ഒത്തിരി പ്രതീക്ഷയായിരുന്നു. അവസാന സമയത്തൊക്കെ എൻ്റെ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ ഈ കൈ പിടിച്ചോണ്ടാ അവള് മരണത്തിലേക്ക് പോയത്. അതൊക്കെ പറഞ്ഞ് പ്രകാശൻ അവിടെ ഇരുന്ന് വിങ്ങി പൊട്ടിയിരുന്ന് കരയാണ്. ലക്ഷ്മിക്ക് എങ്ങനെ പ്രകാശനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നീട് കർമ്മങ്ങളായി അങ്ങനെ സഞ്ചയനത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. കല്യാണിയും കിരണും കാദംബരി എല്ലാവരും കൂടെ ചേർന്ന് ഒരു കടത്തിലത്തേക്ക് പോകണം. അങ്ങനെ അവിടെ ശാന്തി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അറിഞ്ഞു, അതെ, മക്കളും കൊച്ചുമക്കളും എല്ലാം തീർത്ഥം തളിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അരികിലുണ്ടായിരിക്കണമെന്ന് പറയാണ്. അങ്ങനെ കർമ്മങ്ങളൊക്കെ തിരുമേനി ചെയ്തു കഴിഞ്ഞു. തിരുമേനി ചെയ്തതിന് ശേഷം കല്യാണി എന്ത് ചെയ്യുവാണ്, ഒഴുക്കാനുള്ള ആ കുടവുമായിട്ട് കടൽത്തീരത്തേക്ക് പോയി. അങ്ങനെ അത് അവിടെ കൊണ്ട് നിമഞ്ജനം ചെയ്യുവാണ്, അസ്ഥിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം കല്യാണി കിരണിന്റെ അടുത്തേക്ക് വന്നു. കിരണിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ ഞാൻ ആരെയും ദ്രോഹിക്കണമെന്ന് കിരണേട്ടനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ആവശ്യപ്പെടുക, ആ ഗംഗാപ്രസാദ് അവനെ തീർത്ത് കളയണം. ഒരു കാരണവശാലും അവൻ ജീവിക്കാൻ പാടില്ല. ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. അവനെ തീർക്കണം. കാരണം ഇനി ആർക്കും ഒരു ആപത്തും ഉണ്ടാകാൻ പാടില്ല. അവൻ കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ഒരാപത്തും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. കിരണൊന്നും മിണ്ടാ നിൽക്കുക. കല്യാണം മുഖമൊക്കെ അങ്ങോട്ട് മാറി. കല്യാണി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കാരണം കല്യാണിക്ക് ഇപ്പൊ ഗംഗാപ്രസാദിനെ എങ്ങനെയും തീർത്താൽ മതിയെന്നുള്ളൂ. ആ ദുഷ്ടം കാരണമല്ലേ എൻ്റെ അമ്മ പോയത്. അവനെ ഒരിക്കലും വെറുതെ വിടല് കിരണേട്ട. അതാ ഞാൻ പറഞ്ഞത്, ഇനി അവൻ ജീവനോടെ ഭൂമി കാണാൻ പാടില്ലെന്ന്. ഇത് മാത്രം ഞാൻ കിരണേട്ടനോട് ആവശ്യപ്പെടുന്നത്. അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം.
ഉം. എന്നാലും എൻ്റെ അമ്മയുടെ ആത്മാവിന് മോശം കിട്ടുള്ളൂ, അല്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് മാത്രം ആയില്ല, ഇതും കൂടെ ചെയ്താലും എൻ്റെ അമ്മയുടെ ആത്മാവിന് മോശം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കല്യാണി തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് നടന്നു. കിരണിനും കാദംബരിക്കും എല്ലാവർക്കും മനസ്സിലായി കല്യാണിയുടെ മാനസിക വിഷമം എന്താന്ന്. കല്യാണി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഗംഗാപ്രസാദ് ജീവനോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി എല്ലാവർക്കും ആപത്ത് വരുമെന്നും അവർക്കറിയാം. പിന്നീട് കിരണും ബൈജുവിന്റെ രതികുഷനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. ആ സമയത്ത് കിരൺ പറഞ്ഞു, എന്നോട് ഇന്ന് വരെ കല്യാണി ഒരാൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞിട്ടില്ല, ഒരാളെ കൊല്ലണമെന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ആ ഗംഗാപ്രസാദിനെ തീർക്കണമെന്ന്. കാരണം അവന്റെ ക്രൂരത അത് ചെറിയതൊന്നും അല്ലല്ലോ. കല്യാണി ദൈവത്തെ പോലെ കണ്ടതാ കല്യാണിന്റെ അമ്മയെ. ആ അമ്മയാണ് അവന് കൊന്നിരിക്കുന്നത്. കല്യാണി മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അതെ കിരണളിയ, അതങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് തീർക്കണം. പിന്നെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നേ ഇവര് അവനെ കണ്ടെത്തുന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല. ഒരു പക്ഷേ ഇവർക്ക് അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുമായിരിക്കും, അവൻ എവിടെയാ എന്തായതെന്നൊക്കെ. എൻ്റെ അച്ഛനെ എന്നെയൊക്കെ പരിചയമുള്ള ഒരു എസ് ഐ ഉണ്ട്. എന്തെങ്കിലും അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് ഐ നമ്മളോട് പറയൂ ആ കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ പോലീസുകാർ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അവനെ നമുക്ക് തീർക്കണം. അവനെ ഒരു കാരണവശാലും ഭൂമിക്ക് വിധം ജീവനോടെ വെക്കാൻ പാടില്ല. കല്യാണി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നടപ്പാക്കി കൊടുത്താൽ മതിയാവുള്ളൂ. കാരണം ഗംഗാപ്രസാദിന് കുറെ ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കല്യാണി ആ സമയത്തൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ കല്യാണി പറഞ്ഞിരിക്കുന്നത് അവന് തക്കതായി ശിക്ഷ കൊടുക്കണമെന്ന. അങ്ങനെ അതിന് പറഞ്ഞ അർത്ഥം അവനെ അങ്ങോട്ട് തീർത്ത് കളയണമെന്ന. അതുകൊണ്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. അവന് കഴിമരം കിട്ടുന്നോടം വരെ അവന്റെ പിന്നാലെ ഞാനുണ്ടാവും. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അതെ, അതിനൊരു മാർഗമുണ്ട്. എന്താ? ഏറ്റവും നല്ല മാർഗം കാർത്തികയുടെ വിവാഹമാണ്. വിവാഹോ? അതെ, കാർത്തികയുടെ വിവാഹം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എവിടെയാണെങ്കിലും പറന്നു വരും. ഒന്നെങ്കിൽ ദിലീപിന്റെ വീട്ടില്, അല്ലെങ്കിൽ കാർത്തികയുടെ വീട്ടില് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ അവൻ വന്നാൽ നമുക്ക് അവനെ പിടികൂടാൻ എളുപ്പമാണ്. അവൻ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും കിട്ടും. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം കാർത്തികയുടെ കല്യാണം എന്നറിഞ്ഞാൽ അവന് മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല. അവൻ പുറത്തിയാടുക തന്നെ ചെയ്യും. ഒരു പക്ഷേ അവൻ ഇവിടുന്ന് എവിടം വിട്ടുപോയാലും അവൻ ഇങ്ങോട്ടേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. പക്ഷേങ്കിൽ കാർത്തികയുടെ കല്യാണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പം കല്യാണി വരും അനുകൂലിച്ചു പോയാലും കാർത്തിക സമ്മതിക്കും തോന്നില്ല. കാർത്തി ഇപ്പൊ കല്യാണം വേണ്ടെന്നോ പറയത്തുള്ളൂ. അതൊരു പ്രശ്നമാണ്. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ പുറത്തിറക്കണമെങ്കിൽ നമ്മൾ എന്തേലും തന്ത്രം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. കിരൺ പറഞ്ഞു, അവനെക്കുറിച്ചാണ് സ്റ്റേഷനിൽ അന്വേഷിക്കട്ടെ. എന്തേലും വിവരം കിട്ടിയിട്ടുണ്ടോ, അവൻ എവിടെയാ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് കയറിപ്പോയി. ആ സമയം ബൈജു പറഞ്ഞു, അതെ, ഇപ്പോഴാണ് നമുക്ക് പറ്റിയൊരു അവസരം വരുന്നത്. കിരണാളിയനെ കല്യാണിയെ സഹായിക്കാനായിട്ടുള്ള നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മൾ അവരെ സഹായിക്കണം. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, അത് ശരിയാ, അവനെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ തട്ടിക്കളയണം. അവനെ നമ്മൾ ജീവനോടെ വെക്കാൻ പാടില്ല. ബൈജു പറഞ്ഞു, എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഞാൻ അവനെ തീർത്ത് കളയും. ഞാൻ പിന്നെ ഒന്നും നോക്കത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ രക്ഷിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ അവര് അവിടെ നിന്ന് ഒരു ദൃഢപ്രതിജ്ഞയൊക്കെ ചെയ്യുവാണ്. അതേസമയം കിരൺ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി ചെന്നു. കിരൺ വന്ന് എസ് ഐയുടെ മുന്നിൽ ഇരുന്നിട്ടിച്ചു, എന്തായി സാർ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, സാറിന് അറിയാലോ കാര്യങ്ങളൊക്കെ, എനിക്ക് അവനെ വേണം. അവനെ എനിക്ക് കൊല്ലണം എന്ന് പറയണം. അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു, കിരണിന്റെ രോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവനെ പോലെ ക്രിമിനൽ അവൻ ഒരു കാരണവശാലും ജീവിച്ചിരിക്കാൻ പാടില്ല. ചെന്നൈയിലുള്ള പോലീസുകാരൊക്കെ അവനെക്കുറിച്ച് പറയുന്ന എന്താണെന്നറിയാവോ? അവൻ്റെ ബോൺ ക്രിമിനൽ തന്നെയാണെന്നാ പറയുന്നത്. ഏത് ഭിത്തിയെ കൂടെ അവൻ കീറും. അവൻ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ അവന്. അതുപോലെ ചെന്നൈ പോലീസിനെ വിറപ്പിച്ചിട്ടുള്ളവൻ അവന്. പക്ഷെ അവന് കേരളത്തിൽ വന്നിട്ട് മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റാതുള്ളേ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അല്ല സാറ് വന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ, കല്യാണിന്റെ വിഷമം കണ്ടതല്ലേ? അവള് ദൈവത്തെ പോലെ അവളുടെ അമ്മയെ കണ്ടിരുന്നേ. ആ അമ്മയെ മരിച്ചു പോയത് എനിക്കും മനസ്സിലാകും കിരണേ. കിരൺ ഒരു കാര്യം ചെയ്യുക, അവനെ എങ്ങനെ കൈ കിട്ടുവാണെങ്കിൽ തീർത്ത് കളഞ്ഞേരെ. സാറേ, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണെങ്കിലും കിരണിനെതിരെ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. അവൻ തീർന്നു പോയിക്കോട്ടെ. കിരൺ പറഞ്ഞു, അല്ല ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ അവനെ ആദ്യം കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ അവനെ തീർത്ത് കളയാൻ മേലേ? അതെ, അവനെ വേണം തീർക്കാം. നാടിനും വീടിനും എല്ലാം ആപത്തായി നടക്കുന്നവനെ ഒരുത്തനെ തീർക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ശരിക്കും അങ്ങനെയാ ചെയ്യേണ്ടത്. കിരണേ, നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, അവനെ കൈ കിട്ടും. കിരൺ പറഞ്ഞു, ഇനി അവനെ കൈ കിട്ടാൻ ഞാൻ വെറുതെ വിടത്തില്ല, തീർത്തോ. നിനക്ക് ഞാൻ മൗനാനുവാദം തരുക. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നീ അത് ചെയ്തോ. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും അറിവ് അവനെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് ഞാൻ പാസ് ചെയ്ത് തരാം. കിരൺ പറഞ്ഞു, അതങ്ങനെ വേണം സാറേ. എൻ്റെ കല്യാണിക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ വാക്ക് പാലിക്കണം. എനിക്ക് അവനെ തീർത്തേ മതിയാവുള്ളൂ. മാത്രമല്ല
അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൻ ഈ ലോകം വിട്ടു പോവുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിന്റെ അനുവാദം കൂടെ കിരണിന് കിട്ടുവാണ് അവനെ കൊല്ലാനുള്ള. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി വരുന്ന ദിവസം നമ്മൾ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.